നെതന്യാഹു മരിച്ചോ ഇല്ലയോ എന്നുള്ള ഒരു വലിയൊരു ചോദ്യമാണ് ഇന്ന് ലോകത്തിന്റെ മുന്നിൽ നിൽക്കുന്നത്. അതിന് ഇസ്രായേൽ വൃത്തങ്ങൾ പറയുന്നത് നെതന്യാഹു മരിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ ചില സംശയങ്ങൾ ഉന്നയിച്ച് പല വാർത്തകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് കൃത്യമായി അറിയാത്തത് കൊണ്ട് നമ്മൾ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. പക്ഷെ ഇവിടെ നെതന്യാഹു മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഇസ്രായേൽ പുറത്തുവിടുന്ന വീഡിയോസ് അതൊരിക്കലും വിശ്വാസയോഗ്യമല്ല. കാരണം ആദ്യം പുറത്തുവിട്ട വീഡിയോയിൽ നെതന്യാഹുവിന് 6 വിരലുകൾ ഉണ്ടായിരുന്നു. ആ 6 വിരൽ വിവാദമായപ്പോൾ അല്ലെങ്കിൽ അത് ചർച്ചയായപ്പോൾ ഇസ്രായേൽ വീണ്ടും ഒരു വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നു. നെതന്യാഹുവിന് 5 വിരലേ ഉള്ളൂ, നെതന്യാഹു വന്ന് ഇങ്ങനെയൊക്കെ കാണിച്ചൊക്കെ തരുന്നുണ്ട്, 5 വിരലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതിൽ വീണ്ടും അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നെതന്യാഹുവിന്റെ ഇടത് കൈയിൽ ഒരു കപ്പ് കോഫി ഉണ്ടായിരുന്നു. ആ കോഫി നെതന്യാഹു ഇടക്കിടക്ക് കുടിക്കുന്നുമുണ്ട്. പക്ഷെ കോഫി കപ്പിൽ നിന്ന് ഒരു തുള്ളി പോലും കുറയുന്നുമില്ല. ഒരുപക്ഷെ അത് എഡിറ്റ് ചെയ്യുന്നിടത്ത് വന്ന മിസ്റ്റേക്ക് ആയിരിക്കാം. വേറെ ഒരു അബദ്ധമായി തോന്നിയത്, നെതന്യാഹുവിന്റെ പഴയ വീഡിയോസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, നെതന്യാഹു സംസാരിക്കുമ്പോൾ നെതന്യാഹുവിന്റെ നെറ്റ് ചുളിയുമായിരുന്നു. പക്ഷേ ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോസിൽ ഒരു തവണ പോലും നെതന്യാഹുവിന്റെ നെറ്റ് ചുളിയുന്നില്ല, വളരെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഈ വരുന്നതൊക്കെ ഫേക്ക് വീഡിയോസ് ആണ്, വീഡിയോസ് ആണ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇതൊന്നും സമ്മതിച്ചു തരാത്ത കുറച്ച് ആളുകളാണ് ഈ വീഡിയോസ് ഒക്കെ ഇവിടെ ഇങ്ങനെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. സത്യത്തില് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഏതൊരു കാലത്തും ഫേക്ക് ന്യൂസുകളെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഫേക്ക് ന്യൂസുകളെ പ്രചരിപ്പിക്കുന്ന ആളുകളാണ് അവർ. അപ്പൊ അവർ അത് ചെയ്തുകൊണ്ടേയിരിക്കും. എന്തായാലും ഞാൻ പറഞ്ഞ കാര്യങ്ങളോട് നിങ്ങൾക്ക് എന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക.